ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മൈലാഞ്ചി ഇടാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പം വീട്ടിൽ തന്നെ മൈലാഞ്ചി ഇല കൊണ്ട് എങ്ങനെ ഒരു മെഹന്തി കോൺ ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം അതിന് കുറച്ച് സാധനങ്ങൾ വേണം. ഒരു കാലി ടിന്നെടുക്കുക. ഏതെങ്കിലും ബേബി ഫുഡ് പ്രോഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാലി ടിന്നെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എടുത്തിരിക്കുന്ന ടിന്നിനകത്തേക്ക് ഈ ഗ്ലാസ് ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു അളവിലായിരിക്കണം നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലാസ്. പിന്നെ വേണ്ടത് ഒരു പാത്രം. ആ പാത്രം ഈ ടിൻ മൂടി വെക്കാനാണ്. അപ്പം അടിയിൽ ഇച്ചിരി കുഴിഞ്ഞിരിക്കുന്ന പാത്രമാണെങ്കിൽ, ഒരു ഇച്ചിരി താഴോട്ട് നിൽക്കുന്ന പാത്രമാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല വേറെ എന്തെങ്കിലും ഒരു ഡവറ പോലത്തെ പാത്രമായാലും മതി. കുറച്ച് പഞ്ചസാര വേണം. അങ്ങനെ അളവൊന്നുമില്ല, കുറച്ചെടുക്കാം. പിന്നെ വേണ്ടത് മൈലാഞ്ചി ഇല. മൈലാഞ്ചി ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചിക്ക് പകരം ശർക്കര മാത്രം എടുക്കുക, വേറൊന്നും വേണ്ട. അപ്പം ഞാൻ ഈ ടിന്ന് ഇങ്ങനെ ഇതിലേക്ക് വെക്കുവാണ്, സ്റ്റൗവിലോട്ട് വെക്കുവാണ്. മൈലാഞ്ചി ഇല ഞാൻ കുറച്ച് ടിന്നിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇടുന്നതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലാസ് അതിനകത്തോട്ട് ഇറക്കി വെക്കുകയും വേണം, അതിൻ്റെ പുറത്ത് ആ ഡവറപ്പാത്രവും വെച്ച് മൂടുകയും വേണം. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ കുറച്ച് ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അമർത്തി വെച്ച് ഒക്കെ നമുക്ക് കുറച്ച് അധികം ഇടാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മൾ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇച്ചിരി നിറം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഇടുന്നത്. ഇച്ചിരി നല്ല മൂത്ത ഇലയാണെങ്കിൽ നമുക്ക് നല്ല കളറിൽ കിട്ടും. ഇപ്പോൾ വേനൽക്കാലത്തുള്ള ഇലയാണ് എടുക്കുന്നത് കൂടുതൽ നല്ലത്. അപ്പം ഇതിപ്പോൾ നമുക്ക് ഏത് സീസണിലാണെങ്കിലും ഇല കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഗ്ലാസ് ഒന്ന് ഇറക്കി വെക്കുകയാണ്. അപ്പം നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന മാതിരി, നടുക്ക് വീണ് പോകാതെ ചെരിഞ്ഞ് പോകാതെയൊക്കെ നല്ലപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ആ പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് വേണം അത് വെച്ച് നമ്മൾ മൂടാൻ. അപ്പോൾ ഈ വെള്ളം കുറച്ച് അധികം എടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കും, ആവി വെളിയിലൊന്നും പോവില്ല. അപ്പം ഞാൻ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുവാണ്. ഒരു 10-15 മിനിറ്റോളം അത് അങ്ങനെ ഇരുന്ന് ചൂടാവട്ടെ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഇല കരിഞ്ഞ് അതിനകത്തുള്ള വെള്ളമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മളിതിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും വെള്ളം എടുക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഇല നല്ലപോലെ കരിഞ്ഞ് അതിൽ നിന്ന് ആവിയായിട്ട് വരുന്ന ആ ഒരു എക്സ്ട്രാക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചൂടാണ്, കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഇച്ചിരി ആറിയതിന് ശേഷം എടുക്കുക ഈ ഗ്ലാസ്. ഞാൻ ഗ്ലാസ് പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു നമുക്ക് കിട്ടിയ വെള്ളം എത്ര ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മൈലാഞ്ചി വെള്ളം. അപ്പോൾ ഈ വെള്ളം നമുക്ക് വെള്ളമായിട്ട് തന്നെ നമുക്ക് കയ്യിലിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൈദയാണ്. അപ്പം മൈദയാണ് ഒരു നല്ല ഓപ്ഷൻ. വേറെയുള്ള പൊടികളൊന്നും മൈദയുടെ അത്ര വരില്ല. അപ്പം മൈദ എടുക്കുക കുറച്ച്. അപ്പം നമ്മൾ മൈദ എങ്ങനെയാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ, പാകത്തിന് നമ്മുടെ മൈലാഞ്ചി കോണിലൊക്കെ നമുക്ക് വരുന്ന പോലത്തെ ആ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന വരെ നമ്മൾ കുറച്ച് ഇട്ട് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ വെള്ളം, മൈലാഞ്ചി വെള്ളം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഈ മൈദാപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ കട്ട കുത്തിപ്പോവും. അപ്പോൾ നമ്മൾ നല്ലപോലെ അത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പതുക്കെ ചേർത്ത് കൊടുക്കുക, കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒത്തിരി കട്ടിയായി പോവും. അപ്പം നല്ലപോലെ നോക്കി നല്ലപോലെ ഇളക്കി കട്ടയെല്ലാം കളഞ്ഞെടുക്കണം. അപ്പം ഇതിപ്പോൾ ആവശ്യത്തിന് മൈദ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഒന്ന് അരിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ കോണായിട്ടൊക്കെ ഉണ്ടാക്കുമ്പം ഒട്ടും കട്ട പാടില്ലല്ലോ, ബ്ലോക്കായി വരും. നമ്മൾ ഇടുമ്പോൾ തടഞ്ഞ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മളതൊന്ന് ആദ്യം നല്ലപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കട്ടയില്ലാതെ നല്ല സ്മൂത്ത് മൈലാഞ്ചി പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമ്മുടെ പേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്കതത്ര ചുമക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ വരും. ഒട്ടും സംശയിക്കേണ്ട, നല്ല പോലെ ചുമക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കോണിനെക്കാട്ടിയും നല്ല ഒരു കളറായിരിക്കും നമ്മളിത് വെച്ച് മൈലാഞ്ചി ഇടുമ്പം. അപ്പോൾ കോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സെല്ലോ ടേപ്പ് വേണം, ഒരു കത്രിക വേണം. പിന്നെ വേണ്ടത് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ, നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിൻ്റെ എന്തെങ്കിലും ഒരു കവറിൻ്റെ ഒരു പീസ് എടുക്കുക. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കോൺ ഉണ്ടാക്കുമല്ലോ, ഒരു കുമ്പിൾ ഉണ്ടാക്കുന്ന ആ ഷേപ്പിൽ നമ്മൾ ചുരുട്ടി എടുക്കുവാണ് ഈ പേപ്പറിനെ. പോളിത്തീൻ ഷീറ്റാണിത്. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ കവറിൻ്റെ ഷീറ്റ് എടുത്തിരിക്കുവാണ്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ കുമ്പിൾ ചുരുട്ടുന്ന മാതിരി ചുരുട്ടി നമ്മുടെ കോണിൻ്റെ ഷേപ്പിലാക്കി ചുരുട്ടി എടുക്കുവാണ്. അപ്പം നല്ല പോലെ ടൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അതിൻ്റെ ആ ഒരു ഹോളുണ്ടല്ലോ, അത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല ചുരുട്ടി ടൈറ്റ് ആവുന്നത് വരെ നല്ലപോലെ ചുരുട്ടി കൊടുക്കുക. അപ്പം അങ്ങനെ ചുരുട്ടി അതിൻ്റെ അറ്റത്ത് നമ്മൾ കൈവച്ച് ചെയ്യുവാണെങ്കിൽ ആ ചുരുട്ടിൻ്റെ
ടൈറ്റ്നെസ് എപ്പോഴും നിൽക്കും, ലൂസായി പോയില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുവാണ്. അപ്പോൾ അതിൻ്റെ അറ്റം വരുന്ന എല്ലാ ഭാഗത്തും ആ ബോർഡർ ക്രോസായി വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ടേപ്പ് വെച്ച് നല്ലപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി അധികം ടേപ്പ് എടുത്താലും നല്ലപോലെ അങ്ങ് റോൾ ചെയ്ത് പതുക്കെ ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് റോൾ ചെയ്ത് ചുറ്റിലും അറ്റം വരെ ഒട്ടിച്ചു കൊടുക്കുക. താഴെ മുതൽ മേളിൽ വരെ നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് എവിടെയും അങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാതെ മാതിരി ഉറപ്പാക്കുക. നല്ലപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. മേലറ്റം വരെ നല്ലപോലെ ടേപ്പൊക്കെ ഒട്ടിച്ച് ഒട്ടും ഗ്യാപ്പില്ലാന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് മൈലാഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ദേ പേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കോണിൽ ഉണ്ടാവുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പതുക്കെ നമ്മുടെ കോണിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പതുക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലറ്റത്ത് ഈ പേസ്റ്റ് ആകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സൂക്ഷിച്ച് അതിൻ്റെ നടുവശത്തോട്ടായിട്ട് നമ്മളതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഇട്ട് കൊടുക്കാം ഈ കോണിൻ്റെ. എന്താന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ മേലറ്റം നമുക്കൊന്ന് മടക്കി ഒട്ടിക്കണമല്ലോ, നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ആ ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കി ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ എയർ ബബിളൊക്കെ പോയിട്ട് നല്ലപോലെ അടിവരെ നമ്മുടെ പേസ്റ്റ് എത്തും. അപ്പം നമ്മൾ അത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് ആ 1/4 ഭാഗത്തോളം നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മെഹന്തി കോണിൽ കെമിക്കൽസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ അറ്റത്ത് ഉള്ള മൈലാഞ്ചിയുടെ ആ പേസ്റ്റ് തട്ടിയതെല്ലാം ഒന്ന് തുടച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ആദ്യം മടക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ അതാണ് ആ മടക്കുന്ന രീതി, നിങ്ങൾ കണ്ടോളൂ, ശ്രദ്ധിച്ച് കാണുക. അപ്പം നല്ല പോലെ 2 സൈഡും ആദ്യം മടക്കുക, എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം നല്ല എളുപ്പത്തിന് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മേൽഭാഗം ഒന്ന് ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി നല്ല ടൈറ്റായതിന് ശേഷം മേളിൽ നിന്ന് താഴോട്ട് കുറച്ചായിട്ട് ഇങ്ങനെ മടക്കി അത് ടൈറ്റ് ആകുന്നവരെ ഒന്ന് മടക്കി കൊണ്ടുവരിക. അങ്ങനെ മടക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് സെല്ലോ ടേപ്പ് വെച്ച് നല്ല പോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം 2-3 തവണയായിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ടേപ്പ് ആദ്യം ക്രോസായിട്ട്, അതായത് മേളിൽ നിന്ന് താഴോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് റോൾ ചെയ്തും ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നല്ല പോലെ ടൈറ്റ് ആകുന്നത് വരെ, നിങ്ങൾക്ക് എവിടെയും ലീക്കില്ലാന്ന് ഉറപ്പ് വരുന്നത് വരെ ടേപ്പ് വെച്ച് നല്ല പോലെ ഒട്ടിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ കോൺ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഇതാ ഞാൻ മേളിൽ നിന്ന് നല്ല പോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി സൈഡിൽ നിന്നും ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ അടിയിൽ ഇച്ചിരി ലൂസാക്കി ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ താഴെ 2-3 ഡ്രോപ്പൊക്കെ വീഴുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ വീണാലും കുഴപ്പമൊന്നുമില്ല. അത് കറക്റ്റ് ആ ഹോളിൻ്റെ അളവിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് കട്ട് ചെയ്യേണ്ടി വരുന്നില്ല എന്നേ ഉള്ളൂ. കറക്റ്റ് പാകത്തിനുള്ള കോണാണിത്. കോൺ റെഡിയായി. ഇനി കോൺ വെച്ച് മൈലാഞ്ചി ഇടുമ്പം എത്രത്തോളം ചുമക്കുമോ എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം പലർക്കും ചിലപ്പം സംശയം തോന്നിയേക്കാം, ഇത് ചുമക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ കുഞ്ഞുമോളുടെ കയ്യിലാണ് വരയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഡിസൈനൊന്നും അറിയാവുന്ന പോലെ ഒരു ചെറിയ ഡിസൈൻ ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പം വരച്ച് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നല്ല പോലെ ഉണങ്ങിപ്പിടിക്കും. രാത്രി ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ല പോലെ ചുവന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ അടർത്തി കളയുവാണെങ്കിൽ ഒരു പെയിൽ കളർ പോലെയൊക്കെ ഇരിക്കുകയുള്ളൂ. പതുക്കെ കളർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞ് ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത് മോൾ അധികം നേരമൊന്നും വെച്ചിരിക്കത്തില്ല. അപ്പം കഷ്ടിച്ചതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ ഉണങ്ങി പിടിക്കും. അപ്പോൾ അടർത്തി കളഞ്ഞാലും കുഴപ്പമില്ല. അപ്പം രാവിലെ വരെ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. അപ്പം ഇത് രാവിലെയാണ് ഞാൻ മോളുടെ കൈ ഇതിപ്പോൾ രാവിലെ നോക്കുന്നതാണിത്. അരമണിക്കൂറേ കുഞ്ഞിത് കയ്യിൽ വെച്ചുള്ളൂ. നല്ല പോലെ ചുവന്നിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചുവന്ന് കിട്ടും. ഇത് തന്നെ നല്ല ബ്രൗൺ ആണല്ലേ. അപ്പം വളരെ എളുപ്പമാണ് ചെയ്യാൻ. മൈലാഞ്ചി അരച്ച് കഷ്ടപ്പെടേണ്ട, കയ്യിലിട്ട് ഒരുപാട് സമയം ഇരിക്കേണ്ട. വളരെ ഈസിയാണ്. ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.